നമ്മുടെ രാജ്യം എങ്ങനെ ഇരിക്കുന്നു? കുഴഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? മഴയില്ലാഞ്ഞിട്ട്. നമ്മുടെ ശത്രു എവിടെ? ഇതാ ഇന്നത്തെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവനെ കല്ലെറിഞ്ഞോടിക്കണം. കയ്യും കാലും കട്ടിയിടണം. അതാ ശത്രു. കടുവാ പിടിയവിടെ. അളിയ എല്ലാവരും കൂടി എന്നെ എറിഞ്ഞു മാറ്റി അളിയ. ഈ കൃതന്മാരെ വല്ല ആശുപത്രിയിലാക്കണം. കണ്ടില്ലേ എന്റെ ആങ്ങളേക്ക് കിട്ടിയിരിക്കുന്ന തീരം. നോക്കിക്കോളെ ജോയി. സാരമില്ല പെങ്ങളെ, കല്ലേറ് എനിക്ക് പുത്തരിയല്ല. അളിയ അപ്പൻ എവിടെ പോയി? അത് ആ കിടക്കടി പെണ്ണ് കാണാൻ പോയിരിക്കണെന്നേ. വലുപ്പവും ചെറുപ്പവും നമ്മൾ ഉണ്ടാക്കണതല്ലേ പൈലിച്ചേട്ടാ. ഇവിടെ സ്വത്തല്ല കാര്യം. എന്റെ മോനൊരു പെണ്ണ് വേണം. അടക്കവും ഒതുക്കവും ഉള്ളവളായിരിക്കണം അവള്. എന്നാലും ഒന്നും പറയണ്ട, പൈലിച്ചേട്ടൻ ഇരിക്കണം. ഞാനൊന്ന് പറയാലോ, ഇതെല്ലാം ദൈവഹിതമായിരിക്കും. ഞാൻ എതിരെ നിൽക്കണില്ല, പക്ഷെ അവനോട് കൂടെ ഒന്ന് ചോദിക്കണം. ആരോട്? അവിടെ ആങ്ങള പാപ്പച്ചൻ, അവൻ അവറാന്റെ വീട്ടിലാണ്. ഇത് എപ്പോ വിളിപ്പിക്കാം? എന്നാ ഒന്ന് വിളിപ്പിക്കായിരുന്നു. പാലില്ലല്ലോ അപ്പച്ച, പെരുങ്കാപ്പി എങ്ങനെയാ കൊടുക്കുന്നത്? എന്ന് നീ ആ പാത്രം സഞ്ചി എടുത്തോ. ഞാൻ അറിയില്ലേ പിന്നെ. ചിന്നമ്മ പിടിക്കുക. ഇത്ര ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഒരിടത്തും പോണ്ട. എന്തിനു പോകുന്നു? അല്ല, പാപ്പച്ചനെ കൂടെ ഒന്ന് വിളിക്കണല്ലേ. ഞാൻ ഇത് വന്നു കഴിഞ്ഞു. മോളെ ചിന്നമ്മേ, ഇങ്ങോട്ട് വാ മോളെ, ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരൂ കുട്ടി. അമ്മ ഇല്ല അല്ലേ? ഇല്ല. അപ്പോ ചിന്നമ്മയാണ് വീട്ടുകാരി. അവിടെ വന്നാലും മോള് തന്നെയാണ് വീട്ടുകാരി. പിന്നെ പോലെടുക്കാനായിട്ട് അവിടെ അമ്മായിമ്മമാരും ഇല്ല. ഏതോ വരെ പഠിച്ചു? പ്ലസ് വരെ. ചേട്ടൻ കല്യാണം കഴിച്ചതാണോ? അല്ല, ഇതാണ് പാപ്പച്ചൻ. ഓ, വലിക്ക്. അയ്യോ ഇതൊന്നും എനിക്ക് വേണ്ട. ഞങ്ങൾ പാപ്പച്ചനെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങള് ഇച്ചിരി നേരായി വന്നിട്ട്. ഞാൻ അവറഞ്ചന്റെ വീട്ടിലായിരുന്നു. ഓ, അച്ഛൻ പറഞ്ഞു പറഞ്ഞു. അവര് പോകാൻ തിരക്ക് വീട്ടിൽ ഒന്ന് എപ്പോ മാറ്റം പോലെ. പാപ്പച്ചൻ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പച്ചൻ തീരുമാനം എടുത്താൽ പിന്നെ എനിക്കെന്താ ഇതില്? മോളെ, ആ കാപ്പി ഒന്ന് എടുത്തോടി. അവളുടെ ഒരു ഇതൊക്കെ എന്തിനാ ചേട്ടാ? ഇതൊന്നുമില്ല. പിന്നെ അവള് സുഖമായിരിക്കണമെങ്കിൽ ഇവിടെ കഴിയുന്നത് പോലെ അവൾ അവിടെയും കഴിയും. എന്താ അച്ഛനായാലും ചോദിക്കണോ? ചോദിക്കണോ? ഏതായാലും അടുത്ത ഞായറാഴ്ച നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണം. ചെറുക്കടിയൊക്കെ കണ്ട് നമുക്ക് അധികം താമസിയാതെ തന്നെ ഇതങ്ങ് നടത്തിക്കളയാം. അങ്ങേയായിട്ട് നടത്തിക്കളയാം. എന്താ അച്ഛനായാലും എല്ലാം മംഗളായിട്ട് നടക്കട്ടെ. അങ്ങനെ ആകട്ടെ. പോത്താ, ഇപ്പൊ എന്നെ കാണാ എന്തൊരു ശേല്. പോത്തനെയും കെട്ടിക്കാറായി. ദേ നോക്കിയേ, പോത്തിന് മീശ വരുന്നത് കണ്ടാ? മണ്ടത്തരൊന്നും എഴുന്നള്ളിക്കരുത്. അവിടെ ചെന്ന് മിണ്ടാതെ നിന്നേച്ചാ മതി കേട്ടോ. പെണ്ണിന്റെ അപ്പനാണ് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് കിറുക്കൊന്നും കാണിക്കരുത്. തുതി പറയണം. ഇപ്പഴല്ല, കഴിഞ്ഞ ആണ്ടി കൃഷിക്ക് പറയത്തക്ക പാകപ്പഴയൊന്നും ഇല്ലായിരുന്നു. നമുക്കും വലിയ മോശമല്ലായിരുന്നു അല്ലേ അച്ഛനായാലും? അല്ല, ഈ ആണ്ടത്തെ ആര്യമ്പാടത്തെ കതിരിന്റെ കൂറ് വളരെ മോശമായിരിക്കണം. കലികാലമല്ലേ, സമയത്തും കാലത്തും വെയിലും മഴയുണ്ടാ. ആ, മോനെ കണ്ടില്ലല്ലോ. ഇതാണ് എന്റെ മകൻ. മോന്റെ പേരെന്താണ്? സണ്ണി. മോനെ, അന്ന് അപ്പ ഒരു കാര്യം പറഞ്ഞില്ലേ? ആ ചിന്നമ്മയുടെ അപ്പനാണിത്. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കും. ഇത് എന്റെ രണ്ടാമത്തെ മകൻ മാത്യൂസ്. ഇത് അവന്റെ ഭാര്യ സോഫി. എന്നാ നമുക്ക് ഇച്ചിരി കാപ്പ് കുടിക്കാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണം. ചെക്കൻ വന്ന് ഇനി പെണ്ണിനൊന്ന് കാണണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല വൈലിച്ചേട്ടാ. ഞങ്ങളുടെ ഇഷ്ടം തന്നെയാണ് അവന്റെയും ഇഷ്ടം. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ
ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞേക്കാം. അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് സമയം വൃഥാ കളയണ്ട. കല്യാണം നമുക്ക് വേഗം നടത്താം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിത്ത് കെട്ടി വെള്ളത്തിൽ ഇട്ടേച്ചാ ഞാൻ അങ്ങ് പോകുന്നത്. എന്നാ അടുത്ത നോയമ്പിന് മുമ്പ് തന്നെ നമുക്ക് നടത്തണം.